ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുഭാഷ് വീട്ടിൽ നിന്നും കൊണ്ടുപോയ ഭക്ഷണം സൈറ്റിലിരുന്ന് കഴിക്കാതെ ചാന്ദിനി കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുകയാണ് സുഭാഷ്. തുടർന്ന് കിളിക്കൂട്ടിലുള്ള എല്ലാവരും വീട്ടിലേക്ക് എത്തുന്നു. സുഭാഷ് അവർക്കെല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നികേഷ് ചോദിക്കുകയാണ്, ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണത്തിന് ഉപ്പ് കൂടുതലല്ലായിരുന്നോ? അപ്പൊ സുധീഷ് പറയുന്നു, അതെടാ, എന്തൊരു ഉപ്പായിരുന്നു, കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു, വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകണ്ടെന്ന് തോന്നിപ്പോയി. ഇത് കേട്ട് സുഭാഷ് തിരിഞ്ഞു നോക്കുമ്പോൾ നികേഷ് പറയണ, കേട്ടില്ലേ സുഭാഷ് ഏട്ടാ, ഞാൻ വന്നപ്പോഴേ പറഞ്ഞതല്ലേ. സുഭാഷ് എന്നത് വിശ്വസിച്ചില്ലല്ലോ. അപ്പൊ സുഭാഷ് പറയുന്നു, എടാ ഹരീഷേ, നീ പറ, നീ കഴിച്ചോ ഇല്ലയോ? ഉപ്പ് കൂടുതലായിരുന്നോ? ഉപ്പ് കുറച്ച് കൂടുതലായിരുന്നു എന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയണ, കുറച്ചോ? കറിയിൽ ഉപ്പിട്ടതാണോ അതോ ഉപ്പിൽ കറി ഒഴിച്ചതാണോ എന്ന് പോലും അറിയില്ല, അത്രയ്ക്ക് ഉപ്പായിരുന്നു. ഇത് കേട്ട് സുഭാഷ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ നിധി പറയുകയാണ്, ശരി, ഒരു ദിവസം ഒരു കറിക്ക് ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി, അതിനിങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? സുധീഷ് ചോദിക്കുന്നു, നിധി കഴിച്ചായിരുന്നോ? എടാ നികേഷ്, ആ ലഞ്ച് ബോക്സിങ് എടുത്തേ. നിധിയുടെ ലഞ്ച് ബോക്സ് എടുത്ത് നോക്കിയിട്ട് നികേഷ് പറയണ, കൊണ്ടുപോയത് അതുപോലെ ഉണ്ടല്ലോ, അല്പം പോലും കഴിച്ചിട്ടില്ല. കഴിച്ചില്ല അല്ലേന്ന് സുധീഷ് പുഞ്ചിരിച്ച് ചോദിക്കുമ്പോൾ നിധി പറയണ, ഞാൻ കഴിച്ചായിരുന്നു, കുറച്ച് കഴിച്ചു. ഫ്രണ്ട്സ് ഭക്ഷണം ഷെയർ ചെയ്തത് കൊണ്ട് കുറച്ചേ കഴിച്ചോളൂ. നികേഷ് അത് തുറന്നു നോക്കുമ്പോൾ സുധീഷ് പറയണ, ഒരു വാ കഴിച്ചിട്ടുണ്ട്, ഉപ്പ് കൂടുതലാണെന്ന് മനസ്സിലായ ഉടനെ അടച്ചു വെച്ചു അല്ലേ. ഇത് കേട്ട് നിധി സുഭാഷിനെ ഒന്ന് നോക്കിയിട്ട് കുനിഞ്ഞിരിക്കുകയാണ്. സുഭാഷ് വിഷമത്തോടുകൂടി നിധിയെ നോക്കുന്നു. ഭാസ്കരൻ അവിടേക്ക് വരുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, അച്ഛാ, ഉച്ചക്കത്തെ ഭക്ഷണത്തിൽ ഉപ്പ് കൂടുതലായിരുന്നോ? അപ്പൊ ഭാസ്കരൻ പറയണ, ആര് കഴിച്ചതിന് നീ ഉണ്ടാക്കിയ ഭക്ഷണം? ഞാൻ കടയിൽ നിന്നാ കഴിച്ചത്. എനിക്കിട്ട് ഹരീഷ് ചോദിക്കണ, സുഭാഷേട്ടൻ പാചകം ചെയ്തത് സുഭാഷേട്ടൻ കഴിച്ചില്ലേ? കഴിച്ചിരുന്നെങ്കിൽ സുഭാഷേട്ടന് തന്നെ മനസ്സിലായനല്ലോ. അപ്പൊ സുധീഷ് പറയണ, എടാ ഹരീഷ്, നിനക്ക് ആ കാര്യം അറിയില്ലേ? സുഭാഷേട്ടൻ ഇപ്പം കൊണ്ടുപോകുന്ന ഭക്ഷണമൊന്നും കഴിക്കാറില്ല. ഉച്ച സമയത്ത് ദിവസവും വിവിധ തരത്തിലുള്ള നോർത്ത് ഇന്ത്യൻ ഫുഡ് വരും. ഇത് കേട്ട് ഭാസ്കരൻ ഞെട്ടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് ചോദിക്കണ, സുഭാഷേട്ടാ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സുഭാഷ് ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ എല്ലാവരും സുഭാഷിനെ നോക്കി ചിരിക്കുകയാണ്. സുഭാഷ് നാണത്തോടുകൂടി പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് പറയണ, സുഭാഷേട്ടന് നാണം കണ്ടില്ലേ? ചിരിച്ചുകൊണ്ട് നികേഷ് പറയണ, അതുകൊണ്ടാണല്ലേ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിൽ ഒരു ശ്രദ്ധയില്ലാത്തത്. അപ്പൊ സുഭാഷ് പറയണ, എടാ അങ്ങനെയല്ല, ഉപ്പിന് ഞാൻ പുതിയൊരു സ്പൂൺ ഇട്ടായിരുന്നു, അതുകൊണ്ട് അളവ് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു, അങ്ങനെ ഉപ്പ് കൂടി പോയതാ. ഭാസ്കരൻ ചോദിക്കുന്നു, സുഭാഷേ, നിനക്ക് ആരാ ഭക്ഷണം കൊണ്ടു തരുന്നത്? അപ്പൊ സുധീഷ് പറയണ, ഇതെന്താ ആദ്യമായിട്ട് അറിയുന്നത് പോലെ ചോദിക്കുന്നത്? ഹിന്ദി മലയാളം സംഗമം ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതറിഞ്ഞില്ലേ നിങ്ങള്? വിവിധ തരത്തിലുള്ള നോർത്ത് ഇന്ത്യൻ ഫുഡുകള് സുഭാഷ് ഏട്ടന് മുന്നിലേക്ക് വരുന്നതും അത് കഴിച്ചിട്ട് സുഭാഷ് ഏട്ടൻ ബഹുതച്ചാന്ന് പറഞ്ഞ അഭിനന്ദിക്കുന്നതും പുതിയ കാര്യമല്ലല്ലോ. ഇങ്ങനെ പോയാൽ നമുക്ക് ഇനിയും ചപ്പാത്തിയും റൊട്ടിയായിരിക്കും. ഒന്ന് മിണ്ടാതിരിക്കടാന്ന് സുഭാഷ് പറയുമ്പോൾ നികേഷ് പറയടാ, സുഭാഷ് ഏട്ടന്റെ പ്രേമമൊക്കെ ഒരു വഴിക്കൂടെ പോട്ടെ, അതുകൊണ്ട് ഈ ചപ്പാത്തിയും റൊട്ടിയും ഒന്നും കൊണ്ടു തരല്ലേ, ബോഡി അത് താങ്ങില്ല, ദിവസവും ചോറുണ്ടാക്കി തരണേ. അപ്പൊ സുഭാഷ് പറയണ, ഒന്ന് ചുമ്മാതിരിക്കടാ, വെറുതെ ഇങ്ങനെ കളിയാക്കാതെ. നിധി പറയണ, സുഭാഷിന് ഇപ്പൊ സംസാരിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ, അതിനുള്ളിൽ കല്യാണത്തിൽ ഇത് അവസാനിക്കുമെന്ന് പറഞ്ഞ നിങ്ങൾ തീരുമാനിക്കാതെ സുഭാഷ് ഏട്ടൻ തന്നെ നല്ലൊരു തീരുമാനം എടുക്കട്ടെ. അപ്പൊ സുധീഷ് ചോദിക്കണേ, എന്താ നിധി ഇത്? ഒന്ന് സുഭാഷ് ഏട്ടനെ ശ്രദ്ധിച്ചു നോക്ക്, ചിരി അടക്കി പിടിക്കാൻ വയ്യാതെ നിൽക്കുന്ന കണ്ടില്ലേ? സുഭാഷ് ഏട്ടാ, എനിക്ക് വേണ്ടി ഒരു 10 സെക്കൻഡ് ചിരിക്കാതെ നിൽക്കുമോ പ്ലീസ്? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് സുഭാഷ് പോടാന്ന് പറയുമ്പോൾ പൊട്ടിച്ചിരിച്ച് സുധീഷ് പറയണ, കണ്ടില്ലേ നിധി, ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഇനിയും പ്രണയം ടു കല്യാണമാണ്. ഇത് കേട്ട് നിധിയും നികേഷും ഹരീഷും ചിരിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ ചോദിക്കുന്നു, എടാ, ആ ഹിന്ദിക്കാരി പെണ്ണിനെ നീ കല്യാണം കഴിക്കാൻ പോവുകയാണോ? അതൊന്നും ഇതുവരെ തീരുമാനിച്ചില്ലെന്ന് നിധി പറയുമ്പോൾ ഭാസ്കരൻ പറയണം, ആദ്യം എന്റെ ചിരിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, പറയടാ, നീ അവളെ കല്യാണം കഴിക്കാൻ പോവുകയാണോ? ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം? എന്തിനിപ്പ ഇങ്ങനെ ചോദിക്കുന്നേ? അപ്പൊ ഭാസ്കരൻ പറയണ, അത് ശരിയാകില്ലടാ, ആ പെണ്ണിനെ നീ കല്യാണം കഴിക്കാൻ പാടില്ല. എന്തുകൊണ്ട് ശരിയാകില്ല എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയണ, പറഞ്ഞില്ലേ ശരിയാകില്ല എന്ന്. ആ പെണ്ണിനെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് എനിക്കിഷ്ടമല്ല. അതെന്താണെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയണ, നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ആ പെണ്ണ് പറയുന്നത് ഇവന് മനസ്സിലാകുമോ? ഇവൻ പറയുന്നത് ആ പെണ്ണിന് മനസ്സിലാകുമോ? ഇവന് 4 വാക്ക് ഹിന്ദിയിൽ സംസാരിക്കാൻ അറിയാമോ? മലയാളം തന്നെ തത്തക്ക പുത്തക്കാന്നാ പറയുന്നത്. അവരുടെ രീതികൾ വേറെ, നമ്മുടെ രീതികൾ വേറെ. ഇന്ന് കാണാൻ എല്ലാം നല്ലതായിരിക്കും, നാളെ ശരിയാകില്ല, അതുകൊണ്ടാ പറയുന്നത്. ശരിയാകില്ലെന്ന് പറഞ്ഞാൽ ശരിയാകില്ല. ഇത് കേട്ട് സുധീഷ് പറയണ, അതെ അതെ, നല്ല അനുഭവമുള്ള ആളല്ലേ പറയുന്നത്. ഇത് കേട്ട് എല്ലാവരും സുധീഷിനെ നോക്കുമ്പോൾ ഭാസ്കരൻ പറയണ, എടാ സുഭാഷേ, ഞാൻ പറയുന്നത് നീ കേട്ടോണം, ആ പെണ്ണിനെ കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കെട്ടാൻ പാടില്ല. ഇത് കേട്ട് ഹരീഷ് ചോദിക്കുന്നു, അത് പറയാൻ നിങ്ങൾ ആരാ? സുഭാഷേട്ടന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ഉത്തരവാദിത്തത്തോടു കൂടി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? സുഭാഷേട്ടൻ ഒരിക്കലെങ്കിലും എനിക്ക് വേണ്ടി നിങ്ങൾ എന്താ ഒന്നും ചെയ്യാത്തെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒന്നും ചോദിക്കാനും തീരുമാനിക്കാനുമുള്ള അവകാശമില്ല. സുഭാഷേട്ടൻ ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ കല്യാണം നടത്തും. നിങ്ങളുടെ സമ്മതത്തിന് വേണ്ടി ആരും ഇവിടെ കാത്തു നിൽക്കില്ല. അപ്പൊ ഭാസ്കരൻ സുഭാഷിനോട് പറയണ, എടാ സുഭാഷേ, ഞാൻ പറയുന്നത് നിന്റെ നല്ലതിന് വേണ്ടിയാ, പിന്നെ നീ ആയിരിക്കും വിഷമിക്കാൻ പോകുന്നത്. അങ്ങനെ ഭാസ്കരൻ അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് പറയണ, അയാളോട് പോകാൻ പറ സുഭാഷേട്ടാ. സുഭാഷേട്ടൻ സന്തോഷത്തോടു കൂടി അങ്ങ് പ്രണയിക്ക്. ഇത് കേട്ട് സുഭാഷ് പുഞ്ചിരിക്കുമ്പോൾ നിധി പൊട്ടിച്ചിരിക്കുകയാണ്. സുധീഷ് പറയുന്നു, കണ്ടില്ലേടാ സുഭാഷേട്ടന്റെ നാണം. എടാ ഒന്ന് ചുമ്മാതിരിക്കടാന്ന് പറഞ്ഞ സുഭാഷ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് രാത്രി ചാന്ദിനി സുഭാഷ്
സുഭാഷിന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയാണ്. അടുക്കളയിൽ നിൽക്കുന്ന സുഭാഷ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ചാന്ദിനി അയച്ചിരിക്കുന്നത് ഒരു ലവ് ആണ്. സുഭാഷും തിരിച്ചൊരു ലവ് അയക്കുന്നു. ചാന്ദിനി എങ്ങനെ മെസ്സേജ് അയക്കണമെന്നറിയാതെ ആലോചിച്ചിരിക്കുകയാണ്. ചാന്ദിനി വോയിസ് മെസ്സേജ് അയക്കുകയാണ്. ഭക്ഷണം കഴിച്ചോ? ചാന്ദിനിയുടെ മലയാളം കേട്ട് പുഞ്ചിരിച്ച് ചുറ്റും നോക്കി സുഭാഷ് റിപ്ലൈ ചെയ്യുകയാണ്. ഞാൻ കഴിച്ചു. ചാന്ദിനി കഴിച്ചോ? തുടർന്ന് ചാന്ദിനി സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ് സുഭാഷ്. തുടർന്ന് രാവിലെ അടുക്കളയിലേക്ക് വന്ന നിധിയും നികേഷും സുഭാഷിനെ അടുക്കള ജോലിയിൽ സഹായിക്കുകയാണ്. സുഭാഷ് നിധിക്കും നികേഷിനുമുള്ള ലഞ്ച് എടുത്തു വെക്കുമ്പോൾ സുഭാഷിന് ലഞ്ച് എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് നിധി. അപ്പൊ സുഭാഷ് പറയണ എനിക്ക് വേണ്ട. അതെന്താണെന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു എനിക്ക് വേണ്ടിയുള്ള ഭക്ഷണം ചാന്ദിനി കൊണ്ടുവരും. ഇത് കേട്ട് നിധിയും നികേഷും പുഞ്ചിരിച്ച് സുഭാഷിനെ നോക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു എന്താ നിങ്ങൾ ചിരിക്കുന്നത്? അപ്പൊ നിധി പറയണ സന്തോഷം കൊണ്ട് ചിരിച്ചതാണ് സുഭാഷേട്ടാ. സുഭാഷേട്ടനെ ഇങ്ങനെ കാണാൻ നന്നായിട്ടുണ്ട്. ഇത്രയും നാളും സുഭാഷേട്ടനാണ് എല്ലാവരുടെയും കാര്യം ശ്രദ്ധിച്ചിരുന്നത്. ഇപ്പം സുഭാഷേട്ടന്റെ കാര്യം ശ്രദ്ധിക്കാൻ ഒരാൾ വന്നു, അതാ ചിരിച്ചത്. ഇത് കേട്ട് സുഭാഷ് പറയണ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ മോളെ. പക്ഷേ ചാന്ദിനി പറഞ്ഞു ചാന്ദിനി ഉണ്ടാക്കിയത് കഴിക്കണമെന്ന്. സുഭാഷേട്ടൻ ഉണ്ടാക്കുന്നത് ചാന്ദിനിക്ക് ഇഷ്ടമല്ലെന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ ചാന്ദിനിക്ക് ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം ഇഷ്ടം. എങ്കിൽ പിന്നെ സുഭാഷേട്ടനും ഭക്ഷണം എടുത്തുകൊണ്ട് പോകാൻ നികേഷ് പറയുമ്പോൾ സുഭാഷ് പറയണ അത് ഞാൻ ഭക്ഷണവുമായിട്ട് പോയാൽ ചാന്ദിനി കൊണ്ടുവരുന്നത് ഞാൻ കഴിക്കില്ല, കുറച്ചേ കഴിക്കത്തുള്ളന്ന്. അതുകൊണ്ട് എന്നോട് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിരിക്കുക. ഞാനും ശരിയെന്ന് പറഞ്ഞു. ഇത് കേട്ട് നിധിയും നികേഷും പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുമ്പോൾ സുഭാഷ് പറയണ എങ്കിൽ ശരി, ഞാൻ ആ കുട്ടിയോട് ഭക്ഷണം കൊണ്ടുവരണ്ടെന്ന് വിളിച്ചു പറയാം. അപ്പൊ നിധി പറയണ അയ്യോ അതൊന്നും വേണ്ട, ചാന്ദിനി കൊണ്ടുവരട്ടെ. ചാന്ദിനി നല്ല കുട്ടിയാ, നന്നായിട്ട് സംസാരിക്കും. നിങ്ങള് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണം നടത്താം. അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് സുഭാഷ് പറയുമ്പോൾ നികേഷ് ചോദിക്കണം അപ്പൊ പിന്നെ കല്യാണം കഴിക്കാൻ ഉദ്ദേശമില്ലേ? അപ്പൊ സുഭാഷ് പറയണ ഞാൻ എപ്പോഴാ അങ്ങനെ പറഞ്ഞത്? അല്ല നീ എന്താ ഇതൊക്കെ സംസാരിക്കുന്നേ? നീ ഇതൊന്നും സംസാരിക്കാൻ പാടില്ല. നീ ഈ ലഞ്ച് ബോക്സ് നിന്റെ ബാഗിൽ കൊണ്ടുവെക്ക്. ഈ സമയം സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ചാന്ദിനി. ഇപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞ് ഫോണുമായി സുഭാഷ് പുറത്തേക്ക് പോകുമ്പോൾ നികേഷ് പറയണ എട്ടത്തി സുഭാഷ് ആകെ മാറിപ്പോയി. ഇപ്പൊ നല്ല ബിസിയാ, ഫോണില് മെസ്സേജ് ഒക്കെ അയക്കുന്നു. ഈ വീട്ടിലെ ഫോൺ നോക്കാത്ത ഒരേ ഒരാള് സുഭാഷേട്ടനായിരുന്നു. ഇപ്പൊ സുഭാഷേട്ടനും ഫോൺ നോക്കാൻ തുടങ്ങി. പുഞ്ചിരിച്ച നിധി പറയണ അതേടാ എനിക്ക് സുഭാഷേട്ടനെ ഇങ്ങനെ കാണാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നികേഷ് പറയണ സുഭാഷേട്ടൻ സുനന്ദയെ നോക്കുമ്പോൾ ഇങ്ങനെ നാണിച്ചിട്ടില്ല. ചാന്ദിനി എന്നുള്ള പേര് കേൾക്കുമ്പോഴേ സുഭാഷേട്ടന്റെ മുഖത്ത് ചിരിയും നാണവും ഒക്കെ വരുക. ഒരുപക്ഷെ അവര് ശരിക്കും പ്രണയിക്കുന്നതാണോ? ഇത് കേട്ട് നിധി ചോദിക്കുന്നു അതെന്താ ശരിക്കുള്ള പ്രണയവും അല്ലാത്ത പ്രണയവും? അപ്പൊ നികേഷ് പറയണ ഒരാളെ ഇഷ്ടപ്പെട്ട് നോക്കുന്നത് വേറെ, പ്രണയിക്കുന്നതും വേറെയല്ലേ? ഇത് കേട്ട് നിധി പറയുകയാണ് അപ്പോ സുനന്ദ സുഭാഷേട്ടനെ ഇഷ്ടമായതുകൊണ്ട് നോക്കിയതാണ്, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നോ? അപ്പൊ നികേഷ് പറയണ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ 50-50 പോസിബിലിറ്റീസേ ഉള്ളൂ എന്ന് സുഭാഷേട്ടനെ തന്നെ അറിയായിരുന്നു. പക്ഷേ ചാന്ദിനിയുടെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ, എല്ലാം ഓക്കെ അല്ലേ? അതുകൊണ്ടാ സുഭാഷേട്ടനെ പിടിച്ചാ കിട്ടാത്തത്. അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ നിൽക്കുന്നത്? കോളേജിൽ പോകണ്ടേ? മോളെ ഓഫീസിൽ പോകണ്ടേ? അപ്പൊ നിധി പറയണ ഞങ്ങൾ സംസാരിച്ച് നിന്ന് പോയത് സുഭാഷേട്ട, ഞങ്ങൾ ഇറങ്ങുവാ. അങ്ങനെ നികേഷും നിധിയും അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് സുഭാഷ് പണി കഴിഞ്ഞ ജോലിക്കാരുടെ ഒപ്പം വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അവിനാശ് ഇന്ന് മറ്റൊരു സൈറ്റിലായിരുന്നു ജോലി ചെയ്തത്. കുറച്ചപ്പുറത്തായി നിൽക്കുന്ന ചാന്ദിനിയെ സുഭാഷ് ശ്രദ്ധിക്കുന്നില്ല. സൈക്കിൾ എടുത്ത് സുഭാഷ് മുന്നോട്ടേക്ക് വരുമ്പോൾ ചാന്ദിനി ചോദിക്കുന്നു വീട്ടിലേക്ക് പോവാണോ? അപ്പൊ സുഭാഷ് ചോദിക്കുന്നു ചാന്ദിനിയോ, നീ എന്താ ഈ സമയത്ത് ഇവിടെ തനിച്ചു വന്നിരിക്കുന്നത്? അപ്പൊ ചാന്ദിനി ഹിന്ദിയിൽ സുഭാഷിനെ കാണാൻ വന്നതാണ്, കുറെ നേരമായി വന്നിട്ടെന്ന് പറയുകയാണ്. അപ്പൊ സുഭാഷ് ചോദിക്കണം പിന്നെന്തിനാ ചാന്ദിനി ഇവിടെ നിന്നത്? മുകളിലേക്ക് കയറി വരണ്ടായിരുന്നോ? അവിനാശിനെ അന്വേഷിച്ചു വന്നതാണോ? അവൻ ഉച്ചയ്ക്ക് പോയി മറ്റൊരു സൈഡിലേക്ക്. അപ്പൊ ചാന്ദിനി അവിനാശിനെ കാണാൻ വന്നതല്ല സുഭാഷിനെ കാണാനാ വന്നതെന്ന് പറയുകയാണ്. പുഞ്ചിരിച്ച് സുഭാഷ് ചോദിക്കുന്നു എന്നെയോ? അപ്പൊ ചാന്ദിനി പറയണ ഞാൻ കുറച്ച് സ്വീറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് തരാൻ വേണ്ടി വന്നതാ, കഴിക്ക്. പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു ശരി ഞാൻ കൈ കഴുകിയിട്ട് വരാം. അപ്പൊ ചാന്ദിനി പറയണ വേണ്ട എന്റെ കയ്യിൽ സ്പൂൺ ഉണ്ട്. അങ്ങനെ ചാന്ദിനി സ്പൂണിൽ സ്വീറ്റ്സ് എടുത്ത് സുഭാഷിന്റെ നേരെ നീട്ടുകയാണ്. സുഭാഷ് ചോദിക്കുന്നു രസഗുളയൊക്കെ ഉണ്ടാക്കാൻ ചാന്ദിനിക്ക് അറിയോ? ഇങ്ങിതാന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി അത് വാങ്ങി കഴിക്കുകയാണ് സുഭാഷ്. വളരെ നന്നായിട്ടുണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ ചാന്ദിനി ചോദിക്കുകയാണ് ക്യാ? അപ്പൊ സുഭാഷ് പറയണ ബഹുത് അച്ഛാ. ഇത് കേട്ട് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ചാന്ദിനി. സുഭാഷ് പുഞ്ചിരിച്ച് സ്വീറ്റ്സ് കഴിക്കുമ്പോൾ അത് സുഭാഷിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ചാന്ദിനി പറയുന്നു. സുഭാഷ് ചോദിക്കുന്നു എനിക്ക് വേണ്ടിയോ? ഇത് തരാൻ വേണ്ടി ഇരുട്ടാകാറാകുമ്പോഴാണോ വരുന്നേ? അവിനാഷിന്റെ കയ്യിൽ കൊടുത്തു വിട്ടാ പോരായിരുന്നോ? അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ചാന്ദിനി തന്നെ എടുത്തോണ്ട് വന്നാ പോരായിരുന്നോ? ഇങ്ങനെ തനിച്ച് നേരം ഇരുട്ടാറാകുമ്പോൾ വരാമോ? ഇനി എങ്ങനെ വീട്ടിലേക്ക് പോകും? അപ്പൊ ചാന്ദിനി പറയണ അത് സാരമില്ല ഞാൻ നടന്നു പൊയ്ക്കോളാം. ഇത് കേട്ട് സുഭാഷ് പറയുന്നു ഇല്ല ഈ സമയത്ത് തനിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടാനൊന്നും പറ്റില്ല, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം വാന്ന് പറഞ്ഞ് സുഭാഷ് ചാന്ദിനിയും കൂട്ടി മുന്നോട്ട് നടക്കുകയാണ്. ചാന്ദിനി പ്രണയത്തോടു കൂടി പുഞ്ചിരിച്ച് സുഭാഷിനെ തന്നെ നോക്കി പിന്നാലെ നടന്നു വരുന്നു. റോഡിലേക്ക് വരുമ്പോൾ സൈക്കിളിലേക്ക് കയറിയിരുന്ന സുഭാഷ് പറയുന്നു വാ വന്നിരിക്കെ. ഇത് കേട്ട് ചാന്ദിനി സുഭാഷിന്റെ സൈക്കിളിന്റെ മുന്നിലേക്ക് കയറാനായി വരുമ്പോൾ സുഭാഷ് പറയണ ഇവിടെയല്ല പിന്നിലിരിക്കെ. അപ്പൊ ചാന്ദിനി ഇല്ല ഞാൻ മുന്നിലേ ഇരിക്കൂന്ന് പറഞ്ഞ് സുഭാഷിന്റെ കൈ പിടിച്ചു മാറ്റി സൈക്കിളിന്റെ മുന്നിലേക്ക് കയറി ഇരിക്കുകയാണ്. ടെൻഷനോടുകൂടി സുഭാഷ് പറയുന്നു പിന്നിലിരിക്കും ചാന്ദിനി. പുഞ്ചിരിച്ച് സുഭാഷിനെ ഒന്ന് നോക്കിയിട്ട്
സൈക്കിളിന്റെ ബെല്ലടിക്കുകയാണ് ചാന്ദിനി. സുഭാഷ് പുഞ്ചിരിച്ച് ചാന്ദിനി ഒന്ന് നോക്കിയിട്ട് സൈക്കിള് മുന്നോട്ടേക്ക് എടുക്കുകയാണ്. സുഭാഷും ചാന്ദിനിയും വളരെ സന്തോഷത്തോടു കൂടി സംസാരിച്ച് സൈക്കിളിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ആ വഴി വരികയാണ് ലളിതയും സുനന്ദയും. ലളിത ചോദിക്കുന്നു, സുനന്ദ നീ കുറച്ചു ദിവസമായില്ലേ ഇവിടെ വന്നിട്ട്? നിന്റെ അമ്മായിയമ്മ നിന്നെ വഴക്ക് പറയില്ലേ? അപ്പൊ സുനന്ദ പറയണ, അമ്മ അങ്ങനെയൊന്നും അല്ലമ്മേ, എന്റെ അമ്മായിയമ്മയ്ക്ക് നല്ല സ്വഭാവം, എന്നെ ഒരു വാക്ക് പോലും പറയില്ല. ഇത് കേട്ട് ലളിത പറയണ, ഇത് കേൾക്കുമ്പോ തന്നെ എന്ത് സന്തോഷമാണെന്നറിയോ? നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ക്ഷേത്രങ്ങൾ കേറി ഇറങ്ങിയത് വെറുതെ ആയില്ല. ഇത്ര നല്ലൊരു ബന്ധമാണ് നീ വേണ്ടാന്നു പറഞ്ഞത്. അമ്മ നിനക്ക് നല്ലതു മാത്രമാണ് ചെയ്തതെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? ഇത് കേട്ട് പുഞ്ചിരിച്ച് ഇങ്ങോട്ടേക്ക് തിരിയുന്ന സുനന്ദ കാണുകയാണ് സൈക്കിളിൽ വരുന്ന സുഭാഷിനെയും ചാന്ദിനിയെയും. വിശ്വസിക്കാനാകാതെ സുനന്ദ പറയുന്നു, അമ്മേ അങ്ങോട്ട് നോക്കി, അത് നമ്മുടെ സുഭാഷ് ഏട്ടനല്ലേ? അപ്പൊ ലളിത പറയണ, മുന്നിൽ ഏതോ ഒരു പെണ്ണിരിപ്പുണ്ടല്ലോ, അത് സുഭാഷ് ആയിരിക്കില്ല. അവൻ എന്നാ ഒരു പെണ്ണിനെ സൈക്കിളിന്റെ മുന്നിലിരുത്തി കൊണ്ടുപോയിട്ടുള്ളത്? അപ്പൊ സുനന്ദ പറയണ, അമ്മേ അത് സുഭാഷ് ഏട്ടനാ, നന്നായി നോക്ക്, അത് നമ്മുടെ സുഭാഷ് ഏട്ടനാ. അപ്പൊ ലളിത പറയണ, ശരിയാണല്ലോ, അത് സുഭാഷാ. സുനന്ദ ഇതാ ഹിന്ദിക്കാരി പെണ്ണല്ലേ? ഇവരുടെ കൂടെ എന്താ തറവാട്ടമ്പലത്തിലേക്ക് ഈ പെണ്ണ് വന്നായിരുന്നല്ലോ? പുഞ്ചിരിച്ച് സുനന്ദ പറയുന്നു, അതെ അമ്മേ, ആ പെണ്ണ് തന്നെയാ, ചാന്ദിനി. ലളിത ചോദിക്കാണ്, അവളെ ഇവൻ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവുക? സന്തോഷത്തോടു കൂടി സുനന്ദ പറയണ, ഞാൻ അപ്പോഴേ വിചാരിച്ചതാണമ്മേ, ഇവർ രണ്ടുപേരും കൂടി സെറ്റ് ആകുമെന്ന്. ഇപ്പൊ അതേപോലെ തന്നെ സംഭവിച്ചു. സുഭാഷ് ഏട്ടൻ എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ കല്യാണം കഴിക്കും, അമ്മ നോക്കിക്കോ. ചിരിച്ചുകൊണ്ട് സൈക്കിളിൽ പോകുന്ന സുഭാഷും ചാന്ദിനിയും അവിടെ നിൽക്കുന്ന ലളിതയും സുനന്ദയും ശ്രദ്ധിക്കുന്നില്ല. ചിരിച്ചുകൊണ്ട് സുനന്ദ പറയണ, എനിക്ക് വലിയ സന്തോഷമായമ്മേ, സുഭാഷ് ഏട്ടൻ ആ കുട്ടി ചേരും. ലളിത ചോദിക്കണ, നീ എന്താടി പറയുന്നത്? സുഭാഷ് ആ പെണ്ണിനെ കല്യാണം കഴിക്കോ? അവള് ഹിന്ദിക്കാരിയല്ലേ? അപ്പൊ സുനന്ദ പറയണ, അതുകൊണ്ട് എന്താ അമ്മേ, സുഭാഷ് ഏട്ടന് ഇഷ്ടമാണെങ്കിൽ പിന്നെ എല്ലാം ഓക്കെ അല്ലേ? സുഭാഷ് ഏട്ടന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം അമ്മേ. അങ്ങനെ സുനന്ദ കണ്ണീര് തുടയ്ക്കുമ്പോൾ ലളിത ചോദിക്കണ, അതിന് നീ എന്തിനാടി കണ്ണു നിറഞ്ഞു നിൽക്കുന്നത്? അപ്പൊ സുനന്ദ പറയണ, അമ്മ അത് വിട്, വാ നമുക്ക് പോകാം. അപ്പൊ ലളിത ചോദിക്കണ, അവന് കല്യാണം ആയാലെന്താ, ആയില്ലേ നിനക്കെന്താ? അപ്പൊ സുനന്ദ പറയണ, അങ്ങനെയല്ലമ്മേ, നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരുടെയും കല്യാണം നടക്കുന്നില്ലേ? സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കണ്ടേ? സുഭാഷ് ഏട്ടൻ ഒരു കല്യാണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം, അതെന്റെ ആഗ്രഹമാണമ്മേ. ഇത് കേട്ട് പുഞ്ചിരിച്ച് ലളിത പറയുന്നു, ശരി വാ. ചാന്ദിനിയെ വീട്ടിലാക്കി തിരിച്ചു വരുന്ന സുഭാഷ് കാണുകയാണ് റോഡ് സൈഡിലൂടെ നടന്നു പോകുന്ന സുനന്ദയും ലളിതയും. സുനന്ദ എന്ന് വിളിച്ച് സുഭാഷ് അരികിലേക്ക് ചെല്ലുകയാണ്. സുനന്ദയും ലളിതയും തിരിഞ്ഞു നോക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, സുഖമാണോ സുനന്ദ? ഞാൻ സുഖമായിട്ടിരിക്കുന്ന സുഭാഷ് ഏട്ടാന്ന് സുനന്ദ പറയുമ്പോൾ സുഭാഷ് ചോദിക്കണ, അമ്മായി സുഖമാണോ? അപ്പൊ ലളിത പറയണ, നീ ഈ വഴി പോയപ്പോൾ ഞങ്ങളെ കണ്ടില്ലേ, ഇപ്പോഴാണോ നിന്റെ കണ്ണ് കണ്ടത്? അയ്യോ അങ്ങനെയൊന്നുമില്ല അമ്മായി എന്ന് സുഭാഷ് പറയുമ്പോൾ പുഞ്ചിരിച്ച് സുനന്ദ ചോദിക്കണ, സുഭാഷ് ഏട്ടാ എവിടെ പോയിട്ടാ വരുന്നേ? ഒന്ന് പതറി സുഭാഷ് പറയുന്നോ, അത് ഞാൻ. അപ്പൊ സുനന്ദ പറയണ, ശരി ശരി കഷ്ടപ്പെടണ്ട, ഞാൻ കണ്ടു സുഭാഷ് ഏട്ടൻ ചാന്ദിനിയെ സൈക്കിളിന്റെ മുന്നിലിരുത്തി ചിരിച്ച് സംസാരിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. ചമ്മലോടുകൂടി സുഭാഷ് ചോദിക്കുന്നു, കണ്ടായിരുന്നോ? പുഞ്ചിരിച്ച മോണി സുനന്ദ ചോദിക്കണ, എന്താ സുഭാഷ് ഏട്ടാ പ്രേമാണോ? ഇത് കേട്ട് ലളിത പുഞ്ചിരിച്ച് അവരെ നോക്കുമ്പോൾ ഒന്ന് പതറി സുഭാഷ് പറയണ, അങ്ങനെയൊന്നുമില്ല സുനന്ദേ, അവളുടെ ചേട്ടൻ അവിനാശിനെ കാണാൻ സൈറ്റിലേക്ക് വന്നതാ. രാത്രി സമയമല്ലേ, തനിച്ചെങ്ങനെ വിടുമെന്ന് കരുതി അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരുവാ. ശരി ശരിയെന്ന് സുനന്ദ പറയുമ്പോൾ സുഭാഷ് പറയണ, ഞാൻ പറഞ്ഞത് സത്യോ സുനന്ദ? ഇത് കേട്ട് സുനന്ദ പറയണ, സുഭാഷ് ഏട്ടൻ ചാന്ദിനിയെ കൊണ്ടുപോയി വിട്ടത് ശരി, അതിന് സുഭാഷ് ഏട്ടൻ എന്തിനാ ഇങ്ങനെ നാണിക്കുന്നത്? ഇത് കേട്ട് സുഭാഷ് ചമ്മലോടുകൂടി പുഞ്ചിരിക്കുമ്പോൾ സുനന്ദ പറയണ, എനിക്ക് സന്തോഷം സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ ചാന്ദിനിയെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്ക്. അപ്പൊ സുഭാഷ് പറയണ, ഒന്ന് പോ സുനന്ദ, ചുമ്മാ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കാതെ. ഒരു നിമിഷം സുനന്ദ ഇത് കഴിക്കുന്നു പറഞ്ഞ് ചാന്ദിനി സുഭാഷിന് കൊടുത്ത് സ്വീറ്റ്സ് എടുത്ത് സുനന്ദയ്ക്ക് കൊടുക്കുകയാണ് സുഭാഷ്. എന്താ ഇത് സുഭാഷ് ഏട്ടാന്ന് സുനന്ദ ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, ഇത് ചാന്ദിനി ഉണ്ടാക്കിയ സ്വീറ്റ്സാ. സുനന്ദ സന്തോഷത്തോടു കൂടി അത് കഴിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, നന്നായിട്ടുണ്ടോ? സൂപ്പർ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് സുനന്ദ അത് കഴിക്കുകയാണ്. അമ്മായി എടുക്കുന്ന സുഭാഷ് പറയുമ്പോൾ ലളിത പറയണ, എനിക്ക് വേണ്ട, ഇവക്കങ്ങ് കൊടുത്താ മതി. പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, ശരി. സുനന്ദ സുഖാണോ? അശ്വിന് സുഖാണോ? സുനന്ദ പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു സുഭാഷ് ഏട്ടാ, അശ്വിന് സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ സുനന്ദയും സുഭാഷും സന്തോഷത്തോടുകൂടി വിശേഷങ്ങൾ പറയുമ്പോൾ പുഞ്ചിരിച്ച് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് ലളിത. തുടർന്ന് സുഭാഷ് വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും ഹോളിൽ ഇരിക്കുകയാണ്. ചാന്ദിനി കൊടുത്ത സ്വീറ്റ്സ് എടുക്കുകയാണ് സുഭാഷ്. എന്താ സുഭാഷ് ഏട്ടാ ഇതെന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, ചാന്ദിനി തന്നു വിട്ടതാ മോളെ. ഇത് കേട്ട് ഹരീഷും നികേഷും ചിരിച്ചുകൊണ്ട് പറയുന്നു, ഓ ചാന്ദിനി, ഓഹോ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അവരെ നോക്കുകയാണ് സുധീഷും നിധിയും. അപ്പൊ സുഭാഷ് പറയുന്നു, ഒന്ന് ചുമ്മാതിരിക്കടാ, എനിക്ക് വേണ്ടി സ്വീറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ, അത്രേ ഉള്ളൂ. അച്ഛാ ദാ ഇത് കഴിക്ക്. ഭാസ്കരൻ പറയണ, എനിക്ക് വേണ്ട, എന്റെ വായിലൊക്കെ കയ്പാ. അപ്പൊ നിധി പറയണ, സുഭാഷ് ഏട്ടാ അച്ഛന് പനിയുണ്ട്, ഭക്ഷണത്തിനൊന്നും രുചിയില്ലെന്നാ പറയുന്നത്, സ്വീറ്റ്സ് കൊടുക്കണ്ട. ഭാസ്കരൻ പറയണ, ശരി മോളെ ഞാൻ പുറത്തേക്ക് പോവാ, ഈ ഫാന്റെ കാറ്റ് എനിക്ക് ശരിയാകില്ല, പുറത്ത് കടന്നാൽ കുളിരുവെന്ന നിധി പറയും. ഭാസ്കരൻ പറയണ, അത് സാരമില്ല, ഈ ഫാന്റെ കാറ്റ് എനിക്ക് പറ്റാത്ത. ശരി ഞാൻ പുറത്തു പോയിരിക്കട്ടെ എന്ന് പറഞ്ഞ ഭാസ്കരൻ പുറത്തേക്ക് പോവുകയാണ്. മോളെ നിധി ഇത് കഴിക്കെന്ന് പറഞ്ഞ സുഭാഷ് സ്വീറ്റ്സ് നിധിയുടെ കയ്യിലേക്ക് കൊടുക്കാനായി തുടങ്ങുമ്പോൾ അരികിലേക്ക് വന്ന നികേഷ് ചോദിക്കുന്നു, എന്ത് സ്വീറ്റ്സാ സുഭാഷ് ഏട്ടാ? രസഗുളയാണെന്ന് സുഭാഷ് പറയുമ്പോൾ നികേഷ് പറയണ, രസഗുള നന്നായിരിക്കും. അങ്ങനെ നികേഷ് അത് കഴിച്ചു നോക്കുകയാണ്. സുഭാഷ് പറയുന്നു, ഹരീഷേ നീ എടുക്ക്. ഹരീഷും സന്തോഷത്തോടു കൂടി അത് കഴിക്കുന്നു. അപ്പൊ സുഭാഷ് പറയണ,
പറയണ നിങ്ങളത് നിധിക്ക് കൊടുക്ക്. അപ്പൊ ഹരീഷ് പറയണ എടാ നികേഷ്, ചാന്ദിനി എന്ന് പറയുമ്പോൾ സുഭാഷ് ഏട്ടന്റെ മുഖത്തെ ഒരു സന്തോഷം കണ്ടില്ലേ? അപ്പൊ സുഭാഷ് പറയണ ഒന്ന് മിണ്ടാതിരിക്കടാ, നിധി മോളെ നീ ഇത് കഴിക്ക്. നിധി സന്തോഷത്തോടു കൂടി അതെടുത്ത് കഴിക്കുമ്പോൾ സുഭാഷ് പറയണ സുധീഷ് നീ ഇങ്ങി വാ, ഇതെടുത്ത് കഴിക്ക്, ഞാൻ വരുന്ന സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് അരികിലേക്ക് വന്ന് സുധീഷും അതെടുത്ത് കഴിക്കുകയാണ്. സുധീഷ് പറയുന്നു നന്നായിട്ടുണ്ട് സുഭാഷ് ഏട്ടാ, നല്ല രുചിയുണ്ടെന്ന് നിധി പറയുമ്പോൾ ഹരീഷ് ചോദിക്കണ സുഭാഷ് ഏട്ടാ ഡെയിലി ചാന്ദിനിയുടെ വീട്ടിൽ പോയിട്ടാണോ വരുന്നത്? സുഭാഷ് ചോദിക്കുന്നു ഞാൻ എന്തിനാടാ എന്നും ചാന്ദിനിയുടെ വീട്ടിലേക്ക് പോകുന്നത്? ആ കുട്ടിയാ ഇത് തരാൻ വേണ്ടി സൈറ്റിലേക്ക് വന്നത്. ഇത് കേട്ട് ഹരീഷ് ചോദിക്കുന്നു ഓഹോ സൈറ്റിലേക്ക് വന്നോ, ശരി ശരി. അപ്പൊ സുഭാഷ് പറയണ രാത്രി സമയത്താ വന്നത്, എങ്ങനെ തനിച്ചു പോകുന്ന കരുതി ഞാൻ സൈക്കിളിൽ കൊണ്ടുപോയി വിട്ടു, അത്രേ ഉള്ളൂ. ഇത് കേട്ട് എല്ലാവരും പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ സുധീഷ് ചോദിക്കുന്നു ഓഹോ അപ്പൊ കഥ അങ്ങനെ പോകുകയാണോ? സുഭാഷ് ചോദിക്കണ എന്താടാ വീട്ടിൽ കൊണ്ട് വിടാൻ പാടില്ലേ? ആ കുട്ടി സുരക്ഷിതമായി വീട്ടിലെത്തണ്ടേ? ഭാഷ അറിയാത്ത നാടല്ലേ പാവം. ഇത് കേട്ട് ഹരീഷ് പറയണ അതെ അതെ സുരക്ഷിതത്വം വളരെ പ്രധാനമാണ്. ഇത് കേട്ട് നികേഷ് ചിരിക്കുമ്പോൾ സുഭാഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. നികേഷ് ചോദിക്കുന്നു സുഭാഷ് ഏട്ടാ ചാന്ദിനിയാണോ? അപ്പൊ സുഭാഷ് പറയണ അല്ലടാ കോൺട്രാക്ടറാ വിളിക്കുന്നത്. അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്ത് സുഭാഷ് പറയുന്നു ശരി ചേട്ടാ ഇറക്കാം, ക്വാളിറ്റി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അതെ അതെ ആ ടീക്ക്. ഇത് കേട്ട് എല്ലാവരും കണ്ടു തള്ളി സുഭാഷിനെ നോക്കുമ്പോൾ സുഭാഷ് പറയണ അതെ ചേട്ടാ ശരിന്ന് പറഞ്ഞതാ. അങ്ങനെ സുഭാഷ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഹരീഷ് പറയണ എടാ നികേഷ് ടീക്കേന്ന്. ഇത് കേട്ട് നികേഷ് പറയണ ആ ടീക്ക് ഹരീഷ് ഏട്ടാ. ഒന്ന് പതിരി സുഭാഷ് പറയണ അറിയാതെ പറഞ്ഞു പോയതാടാ. തോളിൽ കൈവച്ച് ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുന്ന സുഭാഷ് ഏട്ടാ ടീക്ക്. ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ ഹരീഷും നികേഷും സുധീഷും എല്ലാം സുഭാഷിന്റെ തോളിൽ കൈവച്ച് ടി കെ എന്ന് പറയുകയാണ്. സുഭാഷ് പറയുന്ന മതിയടാ. അപ്പൊ സുധീഷ് പറയണ സുഭാഷ് ഏട്ടാ സ്വീറ്റ് ടി കെ. അങ്ങനെ ടി കെ എന്ന് പറഞ്ഞ് അവർ സുഭാഷിനെ ഇക്കടെയാക്കുമ്പോൾ യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് ഓടി പോവുകയാണ്. ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് നിധി. ആ സ്വീറ്റ്സ് ഇങ്ങോട്ട് താന്ന് പറഞ്ഞ് നികേഷ് സുധീഷിന്റെ കയ്യിൽ നിന്നും ചാന്ദിനി ഉണ്ടാക്കിയ സ്വീറ്റ്സ് വാങ്ങി കഴിക്കുകയാണ്. സുധീഷും ഹരീഷും നിധിയും ചിരിച്ചുകൊണ്ട് മുഖത്തോട് മുഖം നോക്കുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.